മൂസാ നബിയുടെ കഥ, ഇബ്രാഹിം നബിയുടെ കഥ, നൂഹ് നബിയുടെ കഥ, സാലിഹ് നബിയുടെ കഥ, ഗുണാവാസികളുടെ കഥ, അതുപോലെ ഹിബർ നബിയുടെ കഥ, അതുപോലെ ലുക്മാന്റെ ചരിത്രം, ഇങ്ങനെ കുറേ ചരിത്രങ്ങളാണ് ഖുർആന്റെ നല്ലൊരു ഭാഗം. അപ്പോൾ ഒരു കാലത്ത് ഖുർആനെ കുറിച്ച് ഹിദായത്ത് എന്ന് പറയാം, മാർഗനിർദ്ദേശം എന്ന് പറയാം, മറുഭാഗത്ത് വായിച്ചു വരുമ്പോൾ ഖുർആനിൽ കുറേ ഇൻഫർമേഷൻ മാത്രമേ കിട്ടുക, അങ്ങനെയൊരു അവസ്ഥ ഖുർആനിലാണ്. അപ്പോൾ ശരിക്കും ഇത്തരം ചരിത്രങ്ങൾ ഖുർആൻ വെറും ഇൻഫർമേഷന് വേണ്ടി അല്ലെങ്കിൽ വിവരത്തിന് വേണ്ടി മാത്രമാണ്, അതല്ല ഹിദായത്തിനാണ് എന്നുള്ളതാണ്. അപ്പോൾ ഓരോ കഥകൾക്ക് പിന്നിലും ഖുർആൻ തന്നെ ഖുർആനെ ഹിദായത്തെന്ന് പരിഗണിച്ച സ്ഥിതിക്ക് ഓരോ കഥകൾക്ക് പിന്നിലും ഒരു ഹിദായത്തുണ്ട്. ആ ഹിദായത്ത് കണ്ടെത്തുക എന്നുള്ളതാണ് ഓരോ കഥകൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലെത്താറുണ്ട്. എന്ത് ഹിദായത്താണ്, എന്ത് മാർഗനിർദ്ദേശമാണ് പിന്നെ അവിടെ ഈ കഥ വിവരിക്കുന്നത് വഴി നമുക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് എന്ന് കണ്ടെത്തണം. അത് കണ്ടെത്തുക ഈ കാലഘട്ടത്തിനനുസരിച്ച് അപ്പോഴേ നമുക്ക് ജീവിക്കാൻ പറ്റും. സ്വാധീനമില്ലാത്തൊരു കാലഘട്ടത്തിൽ ഇത്തരം കഥകൾ സംഭവങ്ങളുമായിരിക്കും നമ്മുടെ കാലഘട്ടവുമായി താരതമ്യം ചെയ്ത് നോക്കി ഇതിൽ ഏതോ ഫിറ്റാവുന്നത് ഏത് കഥയാണ് അതനുസരിച്ച് നമുക്ക് പ്രാപ്തിയാക്കാൻ വേണ്ടിയാണ് കുറേ കഥകൾ പറയുന്നത്. ഇപ്പോൾ മൂസാ നബിയുടെ കഥ പറയും. മൂസാ നബി നമ്മൾ അതിന് മുമ്പ് പിന്നെ ഈ ആത്മീയ ക്ലാസ് അതൊരു ചർച്ച വന്ന വിഷയം. മൂസാ നബിയുടെ കാലഘട്ടത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്നത് മുസ്ലിമായിരുന്നു, പാരമ്പര്യമുണ്ട്. പിന്നെ മറുഭാഗത്ത് ആർമത്തിനെ പോലെ അല്ലെങ്കിൽ ശത്രുഭാഗത്തിനെ പോലെ കൊല്ലാനും തല്ലാനൊക്കെ വേണ്ടിയിട്ട് ഫിറോന്റെ പിന്നെ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണ മുസ്ലിം. അങ്ങനെ ഒരു സംഭവത്തിനിടയിൽ ഒരു പ്രവാചകനാണ് മൂസാ നബിയാണ്. അപ്പോൾ മൂസാ നബി അവിടെ എങ്ങനെ പ്രവർത്തിച്ചു ഏതാണ്ട് അതേ മാതൃകയിലായിരിക്കും മിശ്ര സമൂഹം ജീവിക്കുന്ന ഇന്ത്യയിൽ നമ്മൾ പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ കൊണ്ടുവരും. അപ്പോൾ ആ രൂപത്തിൽ ഓരോ കാലഘട്ടം മാറി വരുമ്പോഴും ഓരോ പ്രവാചകന്റെ ചരിത്രം നമുക്ക് പിടിക്കാം. അപ്പോൾ ആ ഹിദായത്തിനെ കണ്ടെത്തുക നമ്മൾ. അപ്പോൾ ഈ ഗുണാഭാസികൾ എന്നുള്ള കഥയിലും എന്തൊരു ഹിദായത്ത് കൊടുത്തിരിക്കണം, ആ ഹിദായത്ത് എന്താണെന്ന് കണ്ടെത്തലായിരിക്കണം നമ്മളിത് വായിക്കുമ്പോണ്ടാകുന്ന നമ്മുടെ ലക്ഷ്യം. ഇവരെക്കുറിച്ച് നമുക്കറിയാം ഗുണാഭാസികളുടെ മൂന്നാളുകളാണ്, പിന്നെ 7 ആളുകളാണെന്ന് കൈക്കൊള്ളുന്നുണ്ട്. ശരിക്കും ഈ ഗുണാഭാസികളെ കുറിച്ചുള്ള ഖുർആനായി ഇറങ്ങാനുള്ള കാരണം പിന്നെ ജൂതന്മാരും ക്രിസ്ത്യാനികളും മക്ക മുസ്ലിംകളുടെ അടുത്ത് ശരിക്കും അവരുടെ വേദങ്ങളിൽ നിന്നൊരു കഥയെക്കുറിച്ച് പരാമർശിക്കപ്പെട്ടില്ല. പക്ഷേ നാട്ടു സംസാരം ഗുണാഭാസികളെ കുറിച്ച് സംസാരം അത് ജൂതന്മാർക്കും ക്രിസ്ത്യാനികളുടെ ഇടയിൽ മാത്രമേ കുറേ ദൂരമുള്ള പറയുന്നത്. അപ്പോൾ ഇവർ കുറേശ്ശികളെ വിളിച്ചിട്ട് പ്രബോധിപ്പിച്ച് വിട്ടതാണ്. മുഹമ്മദിന് പിന്നെ ഗുണാകളുടെ വാക്കിനെ കുറിച്ചെല്ലാം അറിയാവുന്ന ഇവിടെ ചോദിച്ചുകൊണ്ട് ചെക്കിയാണല്ലോ പ്രവാചകനാവില്ല, അറിയാത്തൊരു കാര്യം നമുക്ക് ചോദിക്കുമ്പോൾ ഞെട്ടുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ അതിന് മറുപടിയായിട്ട് ഖുർആൻ ഇറക്കിയ മറുപടിയായിട്ടാണ് ഈ വരുന്നത്. ഇതിൽ ആളുകളുടെ എണ്ണത്തെ കുറിച്ച് തർക്കിക്കുന്നു, ലോകത്തെ കുറിച്ച് തർക്കിക്കുന്നത് ഖുർആൻ വിശദമായി വിമർശിക്കുന്നുണ്ട്. ആൾ എണ്ണത്തിലുള്ള കാര്യം അതെന്ത് ഗുണപാടാണ് നൽകുന്നത്, അതിന് വേണം ശ്രദ്ധ വർദ്ധിക്കാനെന്ന് ആദ്യമേ ഒന്ന് ഖുർആൻ പറഞ്ഞു വെക്കുന്നു. രണ്ടാം സംഗതി 3 7 വെച്ച് പ്രബലമായ അഭിപ്രായം 3 പേരാണെന്നാണ്. 7 പേരെന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. എന്തായാലും കുറച്ച് ചെറുപ്പക്കാർ അവിടെ പിന്നെ ഈസാ നബിയുടെ കാലഘട്ടത്തിൽ ഏതാണ്ട് 400 വർഷങ്ങൾക്ക് ശേഷമാണ് സംഭവം നടക്കുന്നത്. അന്ന് റോമാ സാമ്രാജ്യത്തിലാണ് ഈ സംഭവം. ഈ റോമാ സാമ്രാജ്യത്തിൽ ഈ 7 ചെറുപ്പക്കാർ അല്ലെങ്കിൽ 3 പേര് ഈസാ നബിയുടെ ഇസ്ലാമിൽ ശരിക്കും വിശ്വസിക്കുകയും യഥാർത്ഥ മുസ്ലിങ്ങളായി ജീവിക്കുകയും അതിന്റെ പ്രചാരകാവുകയും ചെയ്ത ചെറുപ്പക്കാരായിരുന്നു. ഇന്നവും വിദ്യാഭ്യാസം നടത്താൻ ഇടയ്ക്കുള്ള അടിവരക്കാണ് അവർ ഒരു കൂട്ടം ചെറുപ്പക്കാരായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഇവരുടെ പ്രബോധനം രാജ്യത്തിന് ശല്യമായി തീരുമാനിച്ചാണ് റോമാ സാമ്രാജ്യത്തിന്റെ അധിപൻ ഇവരെ വിളിച്ചിട്ട് പിന്നെ നിങ്ങൾ ഇതിൽ നിന്ന് പിന്മാറണം എന്ന് പറഞ്ഞു. പിന്മാറണം എന്ന് പറഞ്ഞപ്പോൾ ഇവര് അതിൽ അടിയുറച്ചു നിന്നു. ഖുർആനിൽ സന്മാർഗത്തിൽ അവരൊരു സംഘം യുവാക്കളെ താങ്കൾ അഭില വിശ്വസിച്ചു, നമുക്ക് സന്മാർഗത്തിൽ പുരോഗതിയുള്ളൂ, നാം അവരുടെ മനസ്സുള്ള നിശ്ചയദാർഢ്യമുള്ളതാണ്, ആകാശഭൂമികളുടെ റബ്ബ് മാത്രമാകുന്നു ഞങ്ങളുടെ റബ്ബ് എന്ന് അവരുടെ രാജാവിന്റെ മുമ്പിൽ വീണ്ടും പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ രാജാവ് ചരിത്രങ്ങളിൽ ഞാൻ മിക്സ് ചെയ്ത പറഞ്ഞു, ഖുർആന്റെ ചരിത്രമൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ മിക്സ് ചെയ്ത പറഞ്ഞു. പിന്നെ രാജാവ് ഇവരെ വിളിച്ചിട്ട് കാലാവധി സമയം കൊടുത്തു, നിങ്ങൾ ഇത്ര ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ സമയം തരാം, നിങ്ങൾ അതിൽ നിന്ന് പിന്മാറണമെങ്കിൽ നിങ്ങളെ കൊന്നുകളയും. അങ്ങനെ ഇവരെ വിശ്വാസത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ല. ഇവർ വീണ്ടും ആ രാജാവിന്റെ മുമ്പിൽ എപ്പോഴും ഞാൻ ആകാശഭൂമികളുടെ റബ്ബാണ് ഞങ്ങളുടെ റബ്ബെന്ന് മാറി പ്രഖ്യാപിക്കുന്നു. അങ്ങനെ രാജാവ് അവരെ വധിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ വധിക്കാൻ തീരുമാനിക്കുന്നതിന്റെ ഭാഗമായിരുന്നു അവരവിടെ നിന്ന് ഒളിച്ചോടിയത് ഗുഹയിൽ പിന്നെ പോയി പൊളിച്ചിരുന്നു. പിന്നെ അള്ളാഹുവിന്റെ കാവൽ അവർക്കുണ്ടായി. കാരണം പിന്നെ പ്രഭാതത്തിലും പ്രദോഷത്തിലും സൂര്യപ്രകാശം അടിക്കാൻ പറ്റാത്ത ദിശയിലായിരുന്നു ഈ മരത്തിന്റെ ഗുഹയുടെ ഇരിപ്പ്. രണ്ടാമത്തെ സംഗതി ഇവർ വന്നിരുന്നതിന് ശേഷം ഒരു നായ വന്ന് ഇതിന്റെ കാവല്. അപ്പം പുറമേ നോക്കുന്ന ആളുകൾക്ക് ആകെ അകത്തൊരു ഇരുട്ടും പിന്നെ ഒരു നായ ഇങ്ങനെ ഇരിക്കും, വലിയൊരു നായ ഇരിക്കുന്നതും ഇവർ ഇടക്കിടക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞ് മറിയും, ഉറക്കത്തെ അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് മറിയുകയും ചെയ്യും.
കാണുമ്പോൾ ഏതോ വലിയ കൊള്ളക്കാരെന്തോ ഗൂഢാലോചന ചെയ്യുന്ന പോലെ പുറമേയുള്ള ആൾക്കാർക്ക് എപ്പോഴും ഫീൽ ചെയ്തു. അതുകൊണ്ട് ആളുകൾ ഒരിക്കലും അങ്ങോട്ട് വരാൻ പറ്റും. പിന്നെ മാത്രമല്ല ഇവർക്ക് ഒരിക്കലും പ്രകാശമൊന്നും അതിൻ്റെ ഉള്ളിൽ ആകാത്ത വെച്ച് ഇവരെ ഇപ്പോഴും സംരക്ഷിക്കുന്നുണ്ട്. അങ്ങനെ അവർ കുറേ കൊല്ലം അതിനകത്ത് നിന്ന് ഉറങ്ങിപ്പോയി. 100-300 കൊല്ലം എന്നൊക്കെ പിന്നെ ചരിത്രം പറയുന്നത്. ഖുർആൻ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പിന്നെ ഖണ്ഡിതമായിട്ടൊന്നും പറയുന്നില്ല. അത്ഭുതകരമായി ഈ അവസ്ഥയിൽ നാം അവരെ ഉണർത്തി എഴുതിച്ചു. അവർ പരസ്പരം ആരായ അവരുടെ ചോദിച്ചു ഈ അവസ്ഥയിൽ എത്ര നാൾ കഴിഞ്ഞു, ഇതിനോട് കുറച്ച് വരുന്ന മുഴുവൻ, അല്ലെങ്കിൽ അവരല്പം കുറച്ച് കഴിച്ചു കൂട്ടിയിട്ടുണ്ടാവും. പിന്നെ അവർ പറഞ്ഞു നാം ഈ അവസ്ഥയിൽ എത്ര കാലം കഴിഞ്ഞു കൂടി നമ്മളതിനെ അറിയും. ഏതായാലും നമ്മൾ ഒരാളെ ഈ വെള്ളി നാണയങ്ങളുമായി പട്ടണത്തിലേക്ക് അയക്കാം. അവർ എവിടെയാണ് ഏറ്റവും നല്ല ഭക്ഷണം കിട്ടണമെന്ന് നോക്കുന്നത്. അവർ 300 പേരായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഖുർആനിൽ എത്ര വർഷം അവർ തങ്ങളുടെ ഗുഹയിൽ 300 സംവത്സരം വർദ്ധിച്ചു. ചില ആളുകൾ കാലഘട്ടത്തിൽ 9 വർഷം കൂടിയിട്ടുണ്ട്. താങ്കൾ പറയുക അവരുടെ പ്രവാസകാലം അല്ലാന്ന് മാത്രമേ അറിയുകയുള്ളൂ. അപ്പോൾ അതിലും ആൾക്കാർ തർക്കിച്ചു 300 കൊല്ലം ചെല്ലു പറഞ്ഞു, 9 കൊല്ലം ചെല്ലു പറഞ്ഞു. അപ്പോൾ ഖുർആൻ പറയുന്നത് അത് അതിന്റെ അള്ളാൻ മാത്രമേ അറിയുള്ളൂ. അതിനൊന്നും വലിയ ശ്രദ്ധിക്കേണ്ടതില്ല. ഞാൻ നിസ്സാരമായി കളയാം. എന്തായാലും ഈ അവസ്ഥയിൽ നിന്ന് പിന്നെ 10-300 കൊല്ലമൊക്കെ പോയി എഴുന്നേറ്റു. 300 എന്നാണ് പ്രബലമായ ചരിത്രമൊക്കെ കണക്കൂട്ടുകയും ചെയ്തതിനു ശേഷം പ്രബലമായ 300 കൊല്ലം എന്നാണ്. കാരണം ഈ 300 കൊല്ലം വേണ്ടി വരും ആ രാജ്യത്തിന്റെ പിന്നെ സെറ്റപ്പ് മൊത്തം മാറാം. പിന്നീട് ഇതിന് ഉയർത്തെഴുന്നേറ്റ് ഉണക്കത്തിന്റെ എഴുന്നേറ്റൊക്കെ ഈ നായക്കാലത്ത് ദ്രവിച്ച് അതിന്റെ എല്ലുപോലേക്ക് കിടക്കുന്നത്. പിന്നെ എന്നിട്ട് ഇവര് അതിൽ ഒരാളെ പട്ടണത്തിലേക്ക് പറഞ്ഞു വിട്ടുന്ന ഒരു പ്രശ്നമല്ലോ ഉണ്ടെങ്കിൽ പിന്നെ പോയി വാങ്ങിക്കൊണ്ട് വരണം. ശ്രദ്ധിക്കണം, നാട്ടുകാരി കാണാൻ കണ്ടു കഴിഞ്ഞാൽ അതായത് രാജ്യം വന്നിട്ട് ഇയാൾ ഉടനെ സൂക്ഷിച്ചിട്ട് പിന്നെ പട്ടണത്തിൽ ചെന്ന് ഹോട്ടലിൽ എന്തോ ഭക്ഷണശാലയിൽ കൊണ്ട് ചെന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട് ഈ നാണയം കൊടുക്കുമ്പോഴാണ് നാണയക്കാർക്ക് മനസ്സിലായി 100 കൊല്ലം മുമ്പുള്ള നാണയമാണ് കൊണ്ട് കൊടുക്കുന്നത്. ഇവിടുത്തെ നാണയ സംവിധാനങ്ങളൊക്കെ മാറി. എന്ന് മാത്രമല്ല അന്ന് ഈസാ നബിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ഇവർ മുമ്പിലുണ്ടായിരുന്നു. പക്ഷെ ഇവര് പ്രചരിപ്പിക്കുക അവിടെ ഈ നാണയം കൈമാറാനുള്ള ഓട്ടം ചെല്ലുമ്പോഴേക്കും ആ രാജ്യം മുഴുവൻ ഈസാ നബിയുടെ ആശയക്കാരെ മാറിയിട്ടുണ്ട്. അതായത് മുസ്ലിങ്ങളെ മാറിയിട്ടുണ്ട്. ഒരു ഇസ്ലാമിക രാജ്യമായിട്ട് അത് മാറിയിട്ടുണ്ടായിരുന്നു. മാറി പിന്നെ അത് പാരമ്പര്യ മുസ്ലിങ്ങളായി എത്രത്തോളം കാലം എടുത്തു. അവർ ഇസ്ലാമിലേക്ക് വന്നു, അത് ഇസ്ലാമിക ഭരണം കാഴ്ചവെച്ചു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ അവർ മാറി പാരമ്പര്യ മുസ്ലിങ്ങളായി മാറുന്ന അവസ്ഥയിൽ അത്രത്തോളം ഈസാ നബിയുടെ കീഴിലുള്ള പാരമ്പര്യ മുസ്ലിങ്ങളായി മാറിയിട്ടുണ്ട്. അങ്ങനെ അവര് ആളുകളൊക്കെ കൂടി അപ്പോഴാണ് ഇവർ കഥകളൊക്കെ അറിയുന്നത്. അന്നത്തെ ആളുകളായിരുന്നു അങ്ങനെ ഒളിച്ചോടി വിവാഹത്തിന് ആളുകളൊക്കെ ചുറ്റും കൂടി ഒരുമിച്ച് ബഹളമൊക്കെ അങ്ങനെ ഇവർ തിരിച്ച് ഗുഹയിലേക്ക് പോകും. അങ്ങനെ അവിടെ വെച്ചിട്ട് അവർ ഈ അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ മരിപ്പിക്കുന്നത് പറഞ്ഞു. വീണ്ടും ഗുഹയിൽ അവർ കയറുകയും അവിടെ വെച്ച് എല്ലാവരും മരിപ്പിക്കുകയും ചെയ്യും. പിന്നെ അതിനുശേഷം പിന്നെ ആളുകൾ അവിടെ വീണ്ടും തർക്കം തുടങ്ങി നമുക്ക് ഇവിടെ ഒരു കൂടാരം കെട്ടണം, പിന്നെ ഇവിടെ ഒരു സ്മാരകം ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ വീണ്ടും തർക്കിക്കാണ്ട് അത് ഖുർആൻ അതിന് നിശ്ചിതമായി വിമർശിക്കുന്നുണ്ട്. അവർ ഈ ഗുഹാവാസത്തിൽ നിന്നുള്ള കിട്ടിയ ഗുണപാഠമല്ല അവർ ജീവിതത്തിൽ പറഞ്ഞു പോകുന്നത്, മറിച്ച് ഇവരെ പുണ്യാത്മാക്കളും ദൈവങ്ങളാക്കി മാറ്റാനുള്ള അവരുടെ ടെൻഡൻസിയെ കുറിച്ച് ഖുർആൻ വിമർശിക്കുന്നു. ഇത്രയൊക്കെയാണ് വിഷയത്തെക്കുറിച്ച്